കുടുംബത്തോടൊപ്പം വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുകയാണ്. IT മാനേജ്മെൻറ്റ് മേഖലയിൽ ആണ് ജോലി ചെയ്യുന്നത്. വായനയും യാത്രയും ഇഷ്ടപ്പെട്ടിരുന്ന നസീർ സ്കൂൾ യൂണിവേഴ്സിറ്റി കാലം മുതലേ എഴുതി തുടങ്ങി. സ്കൂൾ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമ്മാനങ്ങൾ അർഹമായിട്ടുണ്ട്. ഭാഷാഭൂഷണി, മാതൃഭൂമി, മാധ്യമം, മനോരമ തുടങ്ങിയ പ്രമുഖ പ്രസിദ്ധീകരണങ്ങളും പത്രങ്ങളിലും വാരാന്ത്യ പതിപ്പുകളിലും കഥകളും ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2020 ലോക കേരള സഭയോടനുബന്ധിച്ച് ആഗോളതലത്തിൽ നടത്തിയ കഥാമത്സരത്തിൽ 1ാം സ്ഥാനവും നേടിയിട്ടുണ്ട്. സോ നസിയെയും അമലിനെയും ഞാൻ ഈ ഫംഗ്ഷനിലേക്ക് MT വാസുദേവൻ നായരുടെ അനുസ്മരണ ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി അമലിനെ ക്ഷണിക്കുന്നു. I request all parents to take care of their kids by making it silent. Please make sure that they don't scream in the auditorium. നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് വേണ്ടിയിട്ടാണ്. സോ അമൽ സാനും സനൽ സാനും പറഞ്ഞതുപോലെ MTയുടെ അനുസ്മരണം, അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ സനൽ സാനും അമൽ സാനും ഇതുവരെ സംസാരിച്ചു. അപ്പം എനിക്ക് പറയാനുള്ളത് MT എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊരു ആമുഖമൊന്നും ആവശ്യമില്ല മലയാളികൾക്ക്. എൻ്റെ ആദ്യത്തെ ഒരു ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന MTയുടെ പുസ്തകം വളരെ പിന്നിപ്പഴകിയ ഒരു ഹോം ലൈബ്രറി, ഞങ്ങളുടെ വീട്ടിലെ ലൈബ്രറിയിലുള്ള ഒരു പുസ്തകമായിരുന്നു. ഞാൻ ജനിച്ച ഒരു വയസ്സാവുന്നതിന് മുമ്പേ മരിച്ചു പോയ എൻ്റെ വല്യപ്പയായിരുന്നു അതിൻ്റെ ഉടമസ്ഥൻ. ഈ കഴിഞ്ഞ ആഴ്ച മഞ്ഞിനെ കുറിച്ച് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി സംസാരിച്ച റീലും കണ്ടതും ഓർമ്മയുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു 4ഓളം തലമുറകളായിട്ട് MT വളരെ സജീവമായിട്ട് നമ്മുടെ ചിന്തകളിലും നമ്മുടെ സർഗ മേഖലയിലൊക്കെ വളരെ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു MTയെക്കുറിച്ച് പറയുമ്പോൾ MTയുടെ കൃതികളെക്കുറിച്ചും MTയുടെ സിനിമകളെക്കുറിച്ചൊക്കെ ഇവിടെ സംസാരിക്കുകയുണ്ടായി. പക്ഷേ എനിക്ക് തോന്നുന്നു MT എഴുതാനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം, MT ഏത് കാലത്ത് നിന്നാണ് എഴുതിയത് എന്നുള്ളതിന് വളരെ വലിയൊരു പ്രാധാന്യമുണ്ട്. കാരണം ആ ഒരു 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം വന്ന ഒരു കടുത്ത ഭക്ഷണക്ഷാമം, പിന്നീട് ലോക കോളറ ലൈക്ക് മഹാമാരി, അതിനുശേഷം വന്നിട്ടുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, 2ാം ലോക മഹായുദ്ധം, പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, അതിനുശേഷം കേരളം ജനിച്ചു. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ടാണ് MT എഴുതുന്നത്. സോ അതിനു മുമ്പുള്ള തകഴി, ബഷീറൊക്കെ ആണെങ്കിലും അവരെഴുതിയത് വയറിനെ കുറിച്ചാണ്, വിശപ്പിനെ കുറിച്ചാണ്. പക്ഷേ MT തുടങ്ങിയിട്ടുള്ള ആധുനികരായിട്ടുള്ള ആളുകൾ, മഹാന്മാരെ എഴുത്തുകാരെഴുതിയത് കുറച്ചും കൂടി ഡീപ്പായിട്ട് പോയിട്ട് അവരെഴുതിയത് മനുഷ്യരുടെ ഒറ്റപ്പെടലിനെ കുറിച്ചാണ്, ഹൃദയത്തെക്കുറിച്ചാണ്. അപ്പോൾ അതാണ് ഒരു വലിയ വ്യത്യാസം. പിന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരുപാട് മഹാന്മാരായിട്ടുള്ള എഴുത്തുകാരും കലാകാരന്മാരും ഒക്കെ ഉണ്ട്. പക്ഷെ വളരെ ചെറുപ്പത്തിൽ തൊട്ട് എഴുതി തുടങ്ങി 24ാമത്തെ വയസ്സിലൊക്കെ അദ്ദേഹം ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ച് ആ ആദ്യത്തെ പുസ്തകത്തിൽ തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിച്ചു. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു 20 വയസ്സിലാണ് അദ്ദേഹത്തിന് ഈ ലോക ചെറുകഥാ മത്സരത്തിന് അവാർഡ് കിട്ടുന്നത്. അപ്പോൾ വളരെ കുട്ടിയായിരുമ്പോൾ തന്നെ എഴുതി ഒരു 10-13 വയസ്സിലൊക്കെ ആദ്യത്തെ കഥ പബ്ലിഷ് ചെയ്ത് MT ഒരു ജീനിയസ് ആണ് ശരിക്കും. കാരണം MT അദ്ദേഹം തൊടാത്ത മേഖലകളില്ല. ഇപ്പം അമൽസാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഒതുക്കം, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ പറയേണ്ടതാണ് MTയുടെ വായന. ഇപ്പോൾ അവസാന കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം വളരെ അസുഖമായിട്ട് കിടക്കുന്ന കാലത്ത് പോലും ഏറ്റവും പുതിയ പുസ്തകങ്ങൾ ലോക സാഹിത്യത്തിൽ അദ്ദേഹം വായിക്കുമായിരുന്നു എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ മകള് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം എനിക്കാണെങ്കിലും MTയെ കണ്ടിട്ടുള്ള ഒരു അനുഭവമുണ്ട്. വളരെ യാദൃശ്ചികമായിട്ട് ഞാനൊരു 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സംസ്ഥാന തലത്തിൽ നടത്തിയിട്ടുള്ള ഒരു കഥാമത്സരത്തിൻ്റെ അവാർഡ് വന്നപ്പോൾ, അപ്പോൾ ഇന്നത്തെ കാലത്ത് പോലെ അന്ന് എന്താണ് ആരാണ് തരുന്നതെന്നും അറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ കാത്തിരിക്കുമ്പം MT അവിടെ വന്നത്, അന്ന് MT എനിക്കൊന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ എഴുത്തുകാരിലെ ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു അദ്ദേഹം. അപ്പം അദ്ദേഹം അങ്ങനെ ആ ഒരു പൂന്താനം ഇല്ലത്തായിരുന്നു, ആ ഒരു മാവിൻ്റെ ചോട്ടിലൂടെ അദ്ദേഹം നടന്നു വന്നതും
ഇതുപോലെ സ്റ്റേജിൽ തൊട്ടടുത്തിരിക്കാൻ പറ്റിയതും ഒരു സമ്മാനം തന്നതും ഒരു ഫോട്ടോ കിട്ടിയതും ഒക്കെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഓർമ്മയാണ്. പിന്നീട് MT എപ്പോഴും എഴുതിയിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും അദ്ദേഹം സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ളതും ഒക്കെ അധികവൽക്കരിക്കപ്പെട്ട ആളുകളെ പറ്റിയിട്ടാണ്, ഒറ്റപ്പെട്ട ആളുകളെ പറ്റിയിട്ട്. അദ്ദേഹം ഈ നായക കഥാപാത്രങ്ങളുടെ ഒരു മുൻ മാതൃക തന്നെ മാറ്റിമറിക്കണ്ടായി. കാരണം എന്താ വെച്ചാൽ അതുവരെ നമ്മൾ കാണുന്നത് പോലെയുള്ള പുരുഷത്വം അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ആക്രമണം ഇതൊന്നും അല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ നായകന്മാർ പരാജിതരും ദുഃഖിതരും ഒറ്റപ്പെട്ടവരും ഒക്കെ ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ വളരെ അഹങ്കാരികളായിട്ടുള്ള സ്ത്രീകളാണെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, അദ്ദേഹത്തിന്റെ സ്ത്രീകൾ വളരെ ധൈര്യമുള്ള സ്ത്രീകളാണ്. അവര് ഒരു കാലുകൊണ്ട് കളം വരയ്ക്കുന്ന സ്ത്രീകളല്ല, അവരവരുടെ ആവശ്യങ്ങൾ പറയുന്ന സ്ത്രീകളായിരുന്നു. അപ്പം MT നമുക്കറിയുന്ന മമ്മൂട്ടി, മോഹൻലാൽ, ശോഭന, അപ്പം നേരത്തെ ഹസൻ പറഞ്ഞ പോലെ മോണിഷ, ഇങ്ങനെയുള്ള ഒരുപാട് ചലച്ചിത്ര പ്രതിഭകൾ നമ്മൾ ഓർക്കുന്നത് MTയുടെ ആ ഒരു തൂലികയിലൂടെയാണ്. അപ്പം MT നമുക്കില്ല. MT ഒരുപാട് കാലം ജീവിച്ചിരുന്നു. MT ഒരുപാട് കാലം നിന്നിട്ടുള്ളത്, MT എപ്പോഴും സംസാരിച്ചിട്ടുള്ളത് മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ടും എല്ലാ മനുഷ്യരും ഒന്നിച്ചു നിൽക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അത്തരത്തിലുള്ള വളരെ സൗമ്യന് അധികം സംസാരിക്കാത്തൊരു പ്രകൃതമായിട്ട് പോലും അദ്ദേഹം അതിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. അപ്പം മാറാട് കലാപം ഇങ്ങനെയുള്ള കലാപങ്ങളിലൊക്കെ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. മാത്രമല്ല ഈ നിർമാല്യം എന്നൊക്കെയുള്ള ഒരു സിനിമ എക്കാലത്തെയും വേൾഡ് ക്ലാസിക്കുകളായിട്ടാണ് കാണപ്പെടുന്നത്. കാരണം ഈ ഒരു മതത്തിലെ ഒരു യാഥാസ്ഥിതികത്വത്തിനെതിരെയൊക്കെയുള്ള ഒരു വലിയൊരു മെസ്സേജ് തന്നെ ആ സിനിമയിലുണ്ട്. അപ്പം എനിക്കൊന്നും സമയം അധികമില്ല. അപ്പം ഇത്തരത്തിലുള്ളൊരു സാഹചര്യം, ഒരു ചാൻസ് തന്ന WMF-നും സനൽസാനും ഹൃദയം നിറഞ്ഞ നന്ദി. MT എനിക്ക് തോന്നുന്നു MT കാലങ്ങളോളം നമ്മുടെയൊക്കെ ഓർമ്മകളിൽ MT ഉണ്ടാക്കി വെച്ച ഒരു കല, ഒരു വലിയൊരു വായന, കാഴ്ച, ഇതെല്ലാം ബാക്കി കിടക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഈ 4 തലമുറകളല്ല, ഇനിയും കുറേ അധികം കാലം MTയുടെ ഓർമ്മകൾ ദേശകാലങ്ങളെ അതിജീവിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു.